നമ്മൾ പോകുന്നത് വെനസ്വേലയിലേക്കാണ്. അവിടെ വൻ ഭൂകമ്പം. തലസ്ഥാനമായ കാരക്കാസിൽ വൻ നാശനഷ്ടം. തുടർച്ചയായി 2 ഭൂകമ്പങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. ആയിരക്കണക്കിന് പേർ മരിച്ചിട്ടുണ്ടാകാമെന്നാണ് US ജിയോളജിക്കൽ സർവേയുടെ മുന്നറിയിപ്പ്. മധു കൊട്ടാരക്കര വിവരങ്ങൾ വച്ചിരുന്നു. മധു, ആയിരങ്ങളാണോ പതിനായിരങ്ങളാണോ എന്നടക്കമുള്ള സംശയങ്ങൾ വരുന്നുണ്ട്. വെനസ്വേലയിൽ ഉണ്ടായത് എന്തായാലും ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു ഭൂകമ്പമാണെന്ന് പറയാം. ഗുഡ് മോർണിംഗ് ഹാഷ്മി കൃഷ്ണ. തീർച്ചയായിട്ടും വെനിൻസുലയുടെ വടക്കൻ തീരത്താണ് തുടർച്ചയായിട്ട് 2 ശക്തമായ ഭൂചലനങ്ങൾ അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കരീബിയൻ തീരത്തുള്ള മൊറോൺ കമ്മ്യൂണിറ്റിക്ക് സമീപമാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് തലസ്ഥാനമായ കാരക്കാസിൽ നിന്ന് ഏകദേശം 168 കിലോമീറ്റർ അകലെയാണത്. ഭൂമിക്കടിയിൽ ഏതാണ്ട് 13 കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഭൂചലനം ഉണ്ടായത്. വൈകുന്നേരം 6:04 കൂടിയാണ് ഈ സാൻ ഫിലിപ്പയ്ക്ക് സമീപം 7.2 തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ ഭൂചലനം ഉണ്ടാകുന്നത്. വെറും 40 സെക്കൻഡുകൾക്ക് ശേഷം യുമേരയ്ക്ക് സമീപം ഏതാണ്ട് 23 കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ടാണ് 7.5 തീവ്രത രേഖപ്പെടുത്തിയ രണ്ടാമത്തെ ഭൂചലനം ഉണ്ടായത്. വലിയ ആൾനാശത്തിനും വ്യാപകമായ നാശനഷ്ടങ്ങൾക്കും സാധ്യതയുണ്ടെന്നാണ് US ജിയോളജിക്കൽ സർവേ ഇപ്പോൾ നൽകുന്ന വിവരം. അതായത് ഒരു 44% സാധ്യത കണക്കിലെടുത്താൽ 10,000-ൽ പരം ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. ഇത് 30% സാധ്യത എടുത്താൽ ഒരുപക്ഷെ ഇത് 1,00,000 എന്ന് പറയുന്ന ഒരു നമ്പരും വരുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടും. പക്ഷേ വലിയ ആൾനാശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് അധികം അകലെ അല്ല ഈ കാരക്കാസ്. അവിടെയും അപകടകരമായ സുനാമി തിരമാലകൾക്ക് സാധ്യത ഉണ്ടെന്ന് ഉള്ള മുന്നറിയിപ്പും US സുനാമി കേന്ദ്രം നൽകിയിട്ടുണ്ട്. എന്നാൽ പോർട്ടറിക്കോയ്ക്കും വെർജിൻ ഐലൻഡിനും നേരത്തെ ഈ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഈ സുനാമി മുന്നറിയിപ്പ് ഇപ്പോൾ അവർ പിൻവലിച്ചിട്ടുണ്ട്. ഈ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് അകലെയുള്ള കാരക്കാസില് അവിടെ ഈ കെട്ടിടങ്ങളെല്ലാം തകർന്നായിട്ടുള്ള വിഷ്വൽസുകളും ഒക്കെ വരുന്നുണ്ട്. ജനങ്ങളെല്ലാം കെട്ടിടങ്ങൾക്ക് പുറത്ത് ആണ് നിൽക്കുന്നത്. രക്ഷാപ്രവർത്തനം അവിടെ തുടരുകയാണ്. തന്നെയുമല്ല ഈ ഭയന്നു പറച്ച ജനങ്ങൾ അവരുടെ വളർത്തു മൃഗങ്ങളും അവർക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളുമായിട്ട് തെരുവുകളിൽ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഒരു കാരണവശാലും കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിക്കരുതെന്ന് വെനിൻസുല ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം കെട്ടിടങ്ങൾ തകരുവാനുള്ള സാധ്യത അവർ വിലയിരുത്തുന്നുണ്ട്. ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് ഈ വടക്ക് കിഴക്കൻ ജപ്പാനിലുള്ള ഭൂചലനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് പ്രകാരം 6.9 തീവ്രതയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് ഫുജിക്ക് 35 കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ട് ഏതാണ്ട് 50 കിലോമീറ്ററോളം താഴ്ചയിലാണ് ഇതിന്റെ ഈ ഭൂചലനം ഉണ്ടായത്. ഇതുവരെ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും ഇതിന്റെ അടിയന്തരമായിട്ടുള്ള എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള വിലയിരുത്തുവാൻ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകേയിച്ചി സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭൂചലനത്തെ തുടർന്ന് സുനാമി ഭീഷണി പക്ഷേ ജപ്പാനിൽ ഇല്ല. നിലവിൽ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നത് തുടരും. അവിടുത്തെ ബുള്ളറ്റ് ട്രെയിനുകളും ഒക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. ഈ വെനിൻസുലയിലെ കാര്യം പറയുകയാണെങ്കിൽ 1967 ഒരു ഇരട്ട ഭൂകമ്പം ഉണ്ടായിരുന്നു. ഇതേ രീതിയിൽ തന്നെയായിരുന്നു. പക്ഷെ അന്ന് ആളപായം ഏതാണ്ട് 200 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. കൃഷ്ണ ഹാഷ്മി. മധു കൊട്ടാരക്കരയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വെനസ്വേലയിൽ ഉണ്ടായത് മാരകമായ ഭൂകമ്പമാണ് എന്ന് തർക്കമില്ല. രാവിലെ ഒരു ദുരന്ത വാർത്ത പറയേണ്ടി വരുന്ന സങ്കടമാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും ലോക മനസാക്ഷി ഞെട്ടിച്ച, അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു രാജ്യം സാക്ഷ്യം വഹിക്കാത്ത വണ്ണമുള്ള മാരകമായൊരു ഭൂചലനം. 7.1 6.9 തീവ്രത എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത്ര മാരകമായ തീവ്രതയാണോ എന്നറിയില്ലെങ്കിൽ കൂടിയും ഇത് അവധി ദിവസമായിരുന്നു. ഒട്ടുമിക്ക ആൾക്കാരൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും മരണസംഖ്യ. ആയിരങ്ങളാകുമെന്ന് US ജിയോളജിക്കൽ വകുപ്പ് പറയുന്നുണ്ട് മരണസംഖ്യ. അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ആയിരങ്ങളല്ല, അതിനൊക്കെ ഏറെ മുകളിൽ പോയേക്കും എന്ന് വിലയിരുത്തുന്ന ആൾക്കാരും ഉണ്ട്. എന്തായാലും അതൊരു വലിയ ഭൂകമ്പമായിരുന്നു. അവിടെ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. ലോകത്തെല്ലായിടത്തും മനുഷ്യന്മാരുടെ വേദനയും സങ്കടവും ആവലാതികളൊക്കെ ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ ആ രാജ്യത്തിന് കഴിയട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.